ഒരു റിയൽ മലപ്പുറം സ്റ്റോറി, വ്യാജ സ്റ്റോറികളും ഫേക്ക് സ്റ്റോറികളൊക്കെ ഉയർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയൊക്കെ മണ്ണാണ്, മതജാതി ചിന്തകൾക്ക് അതീതമാണ് മലപ്പുറം, അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന ഒരു മാനം നൽകുന്ന വിജയമാണ്. അപ്പോൾ അതിന് വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നിലപാടാണ് പാർട്ടി എന്ത് അംഗീകാരം തന്നാലും കോൺഗ്രസ്സുകാരൻ തന്നില്ലെങ്കിലും കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനം. ഈ തെരഞ്ഞെടുപ്പിലും ഒരു ഘട്ടത്തിലും സീറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല, പ്രതീക്ഷിച്ച സീറ്റുകൾ ലഭിച്ചിരുന്നില്ല. തവനൂരെന്ന് പറഞ്ഞാൽ ഒരു ബാലികറമലയായിരുന്നു. പാർട്ടിക്ക് അകത്ത് നേതാക്കന്മാർ തന്നെ പറഞ്ഞതൊരു വലിയ റിസ്ക്കാണ്, എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് പാർട്ടിക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കുക എന്നുള്ള രീതി തന്നെയാണ്. വിജയം ഉറപ്പിച്ചിട്ടൊന്നുമല്ല നമ്മൾ തവനൂരിലേക്ക് പോയിട്ടുള്ളത്. UDF ജയിച്ചു വരണം, അതോടൊപ്പം തന്നെ മലപ്പുറത്ത് മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നൊരു വിജയം ഉണ്ടാവണം. ജനങ്ങളത് ഉൾക്കൊണ്ടു. തവനൂരിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. എല്ലാം കൂടി വന്നപ്പോൾ നല്ലൊരു രസതന്ത്രം അവിടെ രംഗത്ത് വന്നു. അങ്ങനെയാണ് വിജയിച്ച് വരാൻ കഴിഞ്ഞത്.